ഹലോ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. നമുക്കിവിടെ ഒരു ടോട്ടൽ 9,500 ഒരു ലിമിറ്റ്, ലോൺ ലിമിറ്റ് കിട്ടിയിട്ടായിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വിത്തൗട്ട് ഇൻകം പ്രൂഫാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ഇൻകം ഡോക്യുമെൻറ്റ്സും നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. നമുക്കിതിൽ 5,000 വരെ ലോൺ എമൗണ്ട് എടുക്കാൻ പറ്റും. അതും നമുക്ക് 9 മാസത്തെ പ്ലാനാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. 4,565 നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡിസ്പേസ് ആയി കിട്ടുന്നത്. 627 പെർ മന്ത് EMI വരുന്നുണ്ട്. ടോട്ടൽ നമ്മൾ അടച്ചു വരുമ്പോൾ 5,645 ആവുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ അപ്ലിക്കേഷൻ ഒന്നല്ല. ഇത് പ്ലേ സ്റ്റോറിൽ ഒരു 2016 തൊട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻ തന്നെയാണ്. നല്ലപോലെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അപ്ലിക്കേഷനാണ്. ഒരുവിധം എല്ലാവരും ഇതൊന്ന് പണ്ടൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും. ഇവർ നമുക്ക് 500 മുതൽ 30,000 വരെയുള്ള എമൗണ്ടാണ് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് 0 to 4% പെർ മന്ത് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ ഇത് 10 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ എമൗണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ 61 ദിവസം തൊട്ട് 120 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഒരു 10 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതല്ല ഇത്തിരി വലിയ എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ 9 മാസത്തെയും 6 മാസത്തെയും 10 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ പേര് എംപോക്കറ്റ് എന്നാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും പണ്ടൊക്കെ ഈ അപ്ലിക്കേഷനിൽ ലോൺ എടുത്തവരായിരിക്കാം. അപ്പോൾ ഇതിലെ ലിമിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ഇതിൽ നമുക്ക് എങ്ങനെ ലോൺ എമൗണ്ട് കിട്ടി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ചാൽ കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കുക. പിന്നെ നിങ്ങൾ സാലറി ബേസുള്ള ലോണൊക്കെ നോക്കി നടക്കുന്നവരാണ്, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറി ബേസുള്ള ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ EMI കാർഡുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേലേറ്ററിലൊക്കെ ലിമിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അവർ കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം എല്ലോ ചെയ്ത് കൊടുക്കുക. എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അതായത് ഒരു വീഡിയോ കോൾ വെരിഫിക്കേഷനാണ്. അപ്പോൾ അവരെ കസ്റ്റമർ കെയർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ജസ്റ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവരുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് ഓൺലൈനിൽ വന്നതിന് ശേഷം നമ്മളെ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുക. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ചോദിക്കുക. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജായിരിക്കും കാണിക്കുക. ഇതിൽ കംപ്ലീറ്റ് യുവർ അപ്ലിക്കേഷൻ ഫോർ എ ലിമിറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടോ, അതെടുത്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻകം ഡീറ്റെയിൽസും റെസിഡൻസും അസറ്റ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് തുടങ്ങാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സാലറിയുടെയൊക്കെയാണ്, സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി അപ്രൂവൽ ചാൻസ് കൂടുതൽ കിട്ടും, ഇത്തിരി കൂടി ലിമിറ്റ് അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ സാലറിയുടെ ഒന്നല്ല, വർക്കൊന്നും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ വെറുതെ സാലറിയുടെ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇതിൽ അവർ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ വെൽക്കം ലെറ്ററൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് കൊടുക്കേണ്ടി വരും. 10,000 താഴെയുള്ള എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഇൻകം പ്രൂഫൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റുഡൻസിനായിട്ടുള്ള ലോൺ ആപ്പ് കൂടിയാണ്. അതായത് വലിയ എമൗണ്ടുകളല്ല, 500, 1000 ഒക്കെ സ്റ്റുഡൻസിന് ചെയ്യുന്ന അപ്രൂവൽ കിട്ടും. അതും ജസ്റ്റ് ID കാർഡ്, 18 വയസ്സ് കഴിഞ്ഞ് ID കാർഡ് ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. പിന്നെ ലോൺ എടുക്കുന്നവർ മെയിനായിട്ട് ഇതൊന്ന് റീപേ ചെയ്യുക സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ. കാരണം സിബിലിനെ അത് എഫക്റ്റ് ചെയ്യും. സിബിൽ നമുക്ക് മസ്റ്റാണ്, ഫ്യൂച്ചറിൽ എന്തായാലും സിബിലൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ എടുക്കുന്നവർ തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ലോൺ എടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലോണൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എംപോക്കറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കുക. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ 2-3 കൊല്ലം മുന്നേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് 500, 1000 ഒക്കെ ലോൺ എടുത്തിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്ത് വെച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അത്യാവശ്യം ലിമിറ്റ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്ക് കിടക്കുന്നത് 9,500 ആയിരുന്നു. ഞാൻ മുന്നേ എത്ര 1,000-500 അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുകയെന്ന്. അപ്പോൾ ലോൺ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നോക്കുക. ഇത് RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ തന്നെയാണ്. ഏകദേശം 9-10 കൊല്ലത്തോളം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യുക.